ഓക്കെ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് 8086-ൻ്റെ ഇൻസ്ട്രക്ഷൻ ടൈപ്പ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ എന്ന് പറയും. അത് ഏതൊക്കെയാണ് ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, അരിത്മാറ്റിക് ഇൻസ്ട്രക്ഷൻ, ബിറ്റ് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ എന്നും കൂടി പറയാം. സ്ട്രിങ് ഇൻസ്ട്രക്ഷൻ, പ്രോഗ്രാം എക്സിക്യൂഷൻ അല്ലെങ്കിൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ്, ഐട്രേഷൻ ഇൻസ്ട്രക്ഷൻ, ഇൻറ്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻ. അങ്ങനെ നമ്മൾ ഓൾറെഡി പഠിച്ച അതേപോലെ തന്നെയുള്ള ഇൻസ്ട്രക്ഷൻസുകളും കൂടി ഇതിനകത്തുണ്ട്. ഇതുകൂടാണ്ട് ഒരു സ്ട്രിങ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഐട്രേഷൻ, ഇൻറ്ററപ്റ്റ്, 3 എക്സ്ട്രാ ഇതിനകത്ത് വന്നിട്ടുണ്ട്. 8 ഇൻസ്ട്രക്ഷൻ സെറ്റുകളാണ് ഇതിനകത്ത് വരുന്നത്. ഡേറ്റ ട്രാൻസ്ഫർ, ഫസ്റ്റ് വൺ ഡേറ്റ ട്രാൻസ്ഫർ ആണ്. ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, രജിസ്റ്റർ ടു രജിസ്റ്റർ തമ്മിലോ അല്ലെങ്കിൽ ഒരു മെമ്മറിയിൽ നിന്ന് രജിസ്റ്റർ ആയിട്ടോ അങ്ങനെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് നിങ്ങൾ പറയാം. അതിൻ്റെ എക്സാമ്പിളായിട്ട് ഇതിൻ്റെ അടിയിൽ ഒരുപാട് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഇത്രയും എഴുതിയില്ലെന്നുണ്ടെങ്കിലും ഇത് കണ്ടോ, ഇവിടം വരെ ഉണ്ട്. ഏതെങ്കിലുമൊക്കെ 1-2 പഠിക്കാം. ഈ ഡേറ്റ ട്രാൻസ്ഫർ വന്നിട്ട് മെമ്മറിയിൽ നിന്നും ട്രാൻസ്ഫർ ആകാം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ നിന്നും ട്രാൻസ്ഫർ ആകാം അല്ലേ. മെമ്മറിയിൽ നിന്ന് ട്രാൻസ്ഫർ ആകുന്നതൊക്കെയാണ് ഈ മൂവ് ഇൻസ്ട്രക്ഷന്, പോപ്പ് ഇൻസ്ട്രക്ഷൻ അതൊക്കെ വരുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ നിന്ന് ട്രാൻസ്ഫർ ആകുന്നതാണ് ഇന്ന് ഔട്ട് എന്നുള്ളത് പറയാം. അടുത്തത് എന്താണ്, രണ്ടാമത്തത് അരിത്മാറ്റിക് ഇൻസ്ട്രക്ഷൻ ആണ്. അരിത്മാറ്റിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴേക്കും അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് പറയുന്നതാണ് അരിത്മാറ്റിക് ഇൻസ്ട്രക്ഷൻ എന്നും കൂടി പറയാം. ഇതിനകത്ത് ആഡ് വിത്ത് ക്യാരി, പിന്നെ ഡബിൾ ആഡഡ് അഡീഷന്, അഡ്ജസ്റ്റ് ഡെസിമൽ അഡിഷന്, പിന്നെ സബ്ട്രാക്ഷനും, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻസ് ഇതെല്ലാം എക്സാമ്പിളായിട്ട് ഉണ്ടെന്ന് പറയാം. എന്നിട്ട് 1-2 എക്സാമ്പിളെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തത് ബിറ്റ് മാനിപ്പുലേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ 8085 പഠിച്ചതുപോലെ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൂടി പറയാം. ഇതിനകത്ത് എന്താണ്, ആൻഡ്, ഓർ, നോട്ട്, ഷിഫ്റ്റ്, റൊട്ടേഷൻസ് അതൊക്കെ പഠിച്ചില്ലായിരുന്ന, അതൊക്കെ വരുന്നതാണ് ബിറ്റ് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത്. ആൻഡ്, ഓർ, നോട്ട് അതൊക്കെ പറയുന്നുണ്ട്. ഇതേത് റൊട്ടേഷൻസ് ഒക്കെ പറയുന്ന പകരം ഇവിടെ വന്നിട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. റൊട്ടേഷൻസും ഉള്ളതും കൂടി ഉണ്ട്. ഇത് ഒരെണ്ണം മാത്രമൊക്കെ, ഒരു ബിറ്റുകൾ മാത്രമൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് ഷിഫ്റ്റ് റൈറ്റ്, ഷിഫ്റ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് സ്ട്രിങ് ഇൻസ്ട്രക്ഷൻ. സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ വന്നിട്ട് എന്താണ് സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പാരിസൺസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിന് വരുന്നതാണ് റിപ്പീറ്റ് വിത്ത് 0 അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അടുത്തത് പ്രോഗ്രാം എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ 8085 പഠിച്ച എന്താണ് കണ്ടീഷൻസുകളൊക്കെ ചെക്ക് ചെയ്യൂലേ, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ജമ്പ്, കോള്, റിട്ടേൺ, ജമ്പ് വിത്ത് ക്യാരി, ജമ്പ് വിത്ത് നോ ക്യാരി, ജമ്പ് 0, ജമ്പ് നോൺ 0 അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. ഇവിടെ ജമ്പ് ഓവർഫ്ലോ അങ്ങനെയൊക്കെ ഉള്ളതാണ് ബ്രാഞ്ചിങ് അല്ലെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് പ്രോസസ്സർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മളെന്താണ് ഈ ഫ്ലാഗ് രജിസ്റ്റേഴ്സുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രോസസ്സർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. ഇപ്പോൾ STC എന്നുള്ളത് പറയുമ്പോഴേക്കും ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതേത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ CLC. അങ്ങനെ ഓരോ ഫ്ലാഗ് രജിസ്റ്റേഴ്സുകളെയും സെറ്റ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് പ്രോസസ്സർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഐട്രേഷൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. ഐട്രേഷൻ കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് നമ്പർ ഓഫ് ടൈംസ് പിന്നെയും എന്താണ് നമ്മൾ കൗണ്ടർ രജിസ്റ്റർ 0 ആകുന്നത് വരെയും ലൂപ്പുകളായിട്ട് പിന്നെയും വരുന്നതിനെയാണ് ഐട്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്ന രജിസ്റ്ററാണ് ഐട്രേഷൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ലൂപ്പ് വിത്ത് 0 അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അടുത്തത് എന്താണ്, ഇൻറ്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻസ്. ഇൻറ്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോഴേക്കും ഇൻറ്ററപ്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻറ്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെതായിട്ട് INTO എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മൊത്തം 8 ഇൻസ്ട്രക്ഷൻ സെറ്റുകളാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. 8086 നമ്മളുടെ മൈക്രോ പ്രോസസ്സർ 8085 പഠിച്ചതുപോലെ തന്നെ 5 ഇതിനകത്തുമുണ്ട്. ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷന്, അരിത്മാറ്റിക് ഇൻസ്ട്രക്ഷനും, ലോജിക്കൽക്ക് പകരം ഇവിടെ ബിറ്റ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. പിന്നെ ബ്രാഞ്ചിങ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്ക്ക് പകരം പ്രോഗ്രാം എക്സിക്യൂഷൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസും
പിന്നെ പ്രോസസ്സ് എന്താണ് ഐട്രേഷൻ ഇൻസ്ട്രക്ഷനും ഇൻറ്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻസുമാണ്. ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് മെമ്മറികൾ തമ്മിലോ അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് ഒരു രജിസ്റ്ററിലോട്ടോ രജിസ്റ്റർ ടു രജിസ്റ്ററോട്ടോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ നിന്ന് മെമ്മറി മൈക്രോ പ്രോസസ്സറിലോട്ടോ ഡേറ്റ ട്രാൻസ്ഫർ ആകുന്നതാണ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം. അതിൻ്റേതായിട്ട് മൂവ്, പുഷ്, പോപ്പ് ഉള്ളതും പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ നിന്നാണെങ്കിൽ ഇൻ ഔട്ട് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. അരിത്മാറ്റിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്നാണ് അരിത്മാറ്റിക് ഇൻസ്ട്രക്ഷൻസ് എന്നും കൂടി പറയാം. 1-2 എക്സാമ്പിൾ എഴുതാം. ബിറ്റ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ തന്നെ മനസ്സിലാകണം എന്താണ് ആൻഡ്, ഓർ, നോട്ട്, ഷിഫ്റ്റ്, പിന്നെ റൊട്ടേഷൻസ്, ഇതൊക്കെ വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം. സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ബൈറ്റ്സ് വന്നിട്ട് കമ്പാരിസൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും ആ ബൈറ്റുകളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം. എക്സാമ്പിളായിട്ട് റിപ്പീറ്റ്, REP, അല്ലെങ്കിൽ റിപ്പീറ്റ് വിത്ത് 0 ആകുന്നത് വരെ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസ്. ഇത് സ്ട്രിങ്ങുകൾ തമ്മിലുള്ളതായിരിക്കും കേട്ടോ. അടുത്തത് പ്രോഗ്രാം എക്സിക്യൂഷൻ ട്രാൻസ്ഫർ എന്നതാണ് നമ്മളുടെ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ. അതിനകത്ത് കോൾ, റിട്ടേൺ, ജമ്പ് വിത്ത് നോ ക്യാരി, ജമ്പ് വിത്ത് നോ 0 അല്ലെങ്കിൽ ജമ്പ് 0 അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് വരുന്നതാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. അടുത്തത് പ്രോസസ്സർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലാഗ് രജിസ്റ്റേഴ്സുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ള ഇൻസ്ട്രക്ഷൻസ് ആണെന്ന് പറയാം. ഐട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് ലൂപ്പുകളായിട്ട് പിന്നെയും വരുന്നു എന്ന് പറഞ്ഞത് ഇതാണ് ഐട്രേഷൻസ് എന്ന് പറഞ്ഞത്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ലൂപ്പ് വിത്ത് 0 അങ്ങനെയുള്ളത് ഐട്രേഷനിൽ വരുന്നതാണ്. ഇൻറ്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്ററപ്റ്റ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. INT0, IReturn ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇതിനെയൊക്കെ വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻറ്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളത്.